അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന്, ആ ജിന്നുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് ഇവിടെ നിങ്ങളുമായി സംവദിക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇന്ന് നിങ്ങളോട് പറയുന്നത്, മുസ്തഫ എന്ന ജിന്നിനോട് ചോദിച്ചത് ജിന്നിൻ്റെ പല രൂപങ്ങളെക്കുറിച്ചാണ്, അവരുടെ വേഷവിധാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ 2 കൊമ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അത് ശരിയാണോ എന്ന് ജിന്നിനോട് ചോദിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് നാം ഒക്കെ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്കറിയാം. ലാ തുസല്ലു ഹീന തത്ലുഉ ശംസ് ഫഇന്നഹാ തത്ലുഉ ബൈന ഖർനൈ ശൈത്വാൻ വലാ ഹീന തഗീബു ഫഇന്നഹാ തഗീബു ബൈന ഖർനൈ ശൈത്വാൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങൾ നമസ്കരിക്കരുത്. കാരണം അത് ഉദിക്കുന്നത് പിശാചിൻ്റെ 2 കൊമ്പുകൾക്കിടയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്തമിക്കുന്ന സമയവും നിസ്കരിക്കരുത്. കാരണം അത് പിശാചിൻ്റെ 2 കൊമ്പുകൾക്കിടയിൽ അസ്തമിക്കുന്ന സമയവും ആണ്. അക്കാരണം കൊണ്ട് ആ സമയങ്ങളിൽ നിസ്കരിക്കരുത് എന്ന് ഒരു ഹദീസുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ പിശാചുക്കൾക്കും ജിന്നുകൾക്കും 2 കൊമ്പുകൾ ഉണ്ടോ എന്ന സംശയം ചോദിച്ചപ്പോൾ മുസ്തഫ എന്ന ജിന്ന് പറഞ്ഞത് ശരിയാണ്. ഈ വാക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അവിടുന്ന് സത്യം മാത്രമേ പറയുകയുള്ളൂ. എല്ലാ ജിന്നുകൾക്കും 2 കൊമ്പുകൾ ഉണ്ട്. പക്ഷേ ശൈത്താന്മാർക്ക് കൊമ്പുകൾ വലുതും ജിന്നുകൾക്കുള്ള കൊമ്പുകൾ ചെറുതും ആണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ മുസ്തഫ കഞ്ചൂർ ഷെയ്ത്താൻ്റെ കൊമ്പുകളെക്കുറിച്ച് പറയുന്നത്, ആ ഷെയ്ത്താനിൻ്റെ വലിപ്പം അനുസരിച്ച് അവൻ്റെ കൊമ്പുകൾക്ക് വലിപ്പമുണ്ടാവും. എന്നാൽ ജിന്നുകൾ എത്ര വലിപ്പമുള്ളവരാണെങ്കിലും അവരുടെ കൊമ്പുകൾക്ക് വലിപ്പം കുറവായിരിക്കും എന്ന് മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് വ്യക്തമാക്കി. അതുപോലെ തന്നെയാണ് ജിന്നുകളുടെ ശരീരത്തിൻ്റെ തൊലിയുടെ നിറം, അത് പല കളറുകളാണ്. അഥവാ മനുഷ്യൻ്റെ തൊലിയുടെ നിറം പോലെ പല വിഭിന്നമായ കളറുകൾ ആണ്. പക്ഷേ അധിക പേരും ജിന്നുകളിൽ കറുത്തവരാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം ജിന്നുകളിൽ വെളുത്ത നിറമുള്ളവരും ചുവപ്പ് നിറമുള്ളവരും ഉണ്ട്. ഭൂരിഭാഗവും കറുത്തവരാണ് ജിന്നുകളിൽ. അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നവരാണോ എന്ന് ജിന്നിനോട് ചോദിച്ചു. അപ്പോൾ ജിന്ന് പറഞ്ഞു, അതെ, ഭംഗിയുള്ള പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾക്ക് ചോദിച്ചത് അവർ ധരിക്കും. അതുപോലെ മുസ്ലിം ജിന്നുകളായ സ്ത്രീകൾ മനുഷ്യ സ്ത്രീകളെപ്പോലെ ലജ്ജാവതികളും പൂർണ്ണമായും മനുഷ്യ സ്ത്രീകളെപ്പോലെ മൂടുപടവും പർദ്ദയും ധരിക്കുന്നവരാണ്. അപ്പോൾ മനുഷ്യരായ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ പർദ്ദയും ഉണ്ടാവും, മൂടുപടവും ജിന്നുകളായ സ്ത്രീകൾക്കും ഉണ്ട് എന്ന് വ്യക്തമായി. അതുപോലെ തന്നെ ജിന്നുകളിൽ അധിക പേരും ഇടുന്ന വസ്ത്രത്തിൻ്റെ മുകളിൽ മേൽപ്പുടവ എന്ന നിലയിൽ ഒരു ഓവർ കോട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനൊരു പുടവയും അവർ ധരിക്കാറുണ്ട്. അവരിൽ കൂടുതലും ചുവപ്പ് നിറത്തിലുള്ള പുടവകളാണ് അവർ അണിയുക. വസ്ത്രത്തിൻ്റെ മുകളിൽ ഇടുന്ന ഓവർ കോട്ട് ചുവപ്പ് കളറായിരിക്കും. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉപയോഗിക്കുന്ന കളറ് നീലയാണ്, അതിനുശേഷം കറുപ്പാണ്. അവ പ്രയോറിറ്റി കൊടുക്കുന്നത് ചുവപ്പ് കളറിനാണ്. പിന്നെ അടുത്തതായി ജിന്നിനോട് ചോദിച്ചത്, നിങ്ങൾ ഈ സംസാരിക്കുന്ന നാവുണ്ടല്ലോ, അത് യഥാർത്ഥ നാവാണോ, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാത്ത വല്ല വിധത്തിലുമാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ജിന്ന് പറഞ്ഞത്, അല്ല, ഞങ്ങൾ ഈ സംസാരിക്കുന്ന യഥാർത്ഥ നാവ് തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ നാവുകൾ വളരെ ചെറിയ നാവുകളാണ്. എല്ലാ മനുഷ്യരെ പോലെ തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും. അതുപോലെ വ്യത്യസ്തമായുള്ളത് ഞങ്ങളുടെ പല്ലുകളാണ്. ഞങ്ങളുടെ പല്ലുകൾക്ക് വലിപ്പം കൂടുതലാണ്.
പിന്നെ അടുത്ത ചോദ്യം ജിന്നിനോട്, ഇത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ അടയാളങ്ങളൊക്കെ മനുഷ്യരുമായി യോജിക്കുന്ന നിലയിൽ പറയുന്നുവെങ്കിലും എന്തുകൊണ്ട് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല? അപ്പോൾ ജിന്ന് പറഞ്ഞു, തീർച്ചയായും അതിൻ്റെ കാരണം ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിൽ നിന്നാണ് പടച്ചത്, അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞങ്ങളെ കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചത്, ആ പ്രത്യേക സാഹചര്യങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് നിങ്ങളെ കാണാൻ കഴിയുക? അപ്പോൾ ജിന്ന് മറുപടി പറഞ്ഞു, ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ, അതായത് ദേഹത്തിലോ വസ്തുവിൻ്റെ രൂപത്തിൽ ഞങ്ങൾ രൂപമെടുക്കുന്നൊരവസരമുണ്ട്. വല്ല മനുഷ്യക്കോലം ആവുക, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കോലത്തിൽ ഞങ്ങൾ മാറുക. ആ സമയത്ത് ആ ഒരു രൂപത്തിൽ ഒരു മനുഷ്യരൂപമായിട്ട് ഒരാളെ കണ്ടു. പക്ഷെ അത് ജിന്നാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം, ഇൽമ് ആ ആളിനുണ്ടെങ്കിൽ അത് ജിന്നാണ് എന്ന് പെട്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ രൂപത്തിലേക്ക് മാറുമ്പോൾ ഞങ്ങളെ കാണാൻ കഴിയും എന്ന് ജിന്ന് സമ്മതിക്കുന്നു. ഇനി മറ്റൊരവസ്ഥയുണ്ട്, സിഹറിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ സിഹറിൻ്റെ വെള്ളം കുടിക്കുമ്പം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഒരാൾക്ക് ശൈത്താൻ പിശാജ് ബാധയേറ്റു, അയാളെ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത്, അല്ലെങ്കിൽ സിഹറിന് വേണ്ടി നമ്മൾ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കുമ്പോൾ ആ സാഹചര്യങ്ങളിൽ ജിന്നുകൾ അപ്രകാരം ഒന്ന് പുറത്ത് കാണിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന അവസ്ഥയിലൊക്കെ ജിന്നിൻ്റെ രൂപം, ഒരുപക്ഷെ ആ ആൾ ഒരു വെളുത്ത ആളായിരിക്കും, ഓതുന്ന സമയത്ത് മുഖമൊക്കെ കരിവാളിച്ച് കണ്ണൊക്കെ ഒരുമാതിരി കറുത്ത് തുടുത്തിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ചിലരുടെ കണ്ണുകൾ ചുമന്ന് തുടുത്തിരിക്കുന്നു. അതൊക്കെ സിഹർ ബാത്തിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ശൈത്താൻ ബാധയേറ്റ ആളുകൾക്ക് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങൾ നൂറുകണക്കിനാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ മുസ്തഫ എന്ന ജിന്ന് നമ്മെ തര്യപ്പെടുത്തുന്നൊരു വിഷയം, സാധാരണ മനുഷ്യരുടെ രൂപ കോലാഹലങ്ങളൊക്കെ അവർക്കുണ്ട് എന്നതാണ്. അടുത്ത സംശയം, നിങ്ങൾ മനുഷ്യന്മാർ ഞങ്ങൾ ചെരുപ്പൊക്കെ ധരിക്കാറുണ്ട്, നിങ്ങളുടെ കാലുകളിൽ എന്താണ് നിങ്ങൾ ധരിക്കുക എന്ന് ചോദ്യം. അപ്പോൾ ചെരുപ്പ് ഇടുന്നവരാണോ, അതല്ല ചെരുപ്പില്ലാതെ നടക്കുന്നവരാണോ, അല്ല ഷൂ ആണോ എന്നൊക്കെ ചോദ്യം. അപ്പോൾ ജിന്ന് പറഞ്ഞത് അതെ. എന്നാൽ മുസ്ലിം ജിന്നും ഷൈത്താനും തമ്മിൽ വ്യത്യാസമുണ്ട്. പിശാജ് ഇടത് കാലിൽ ഒരു ചെരുപ്പ് മാത്രം ധരിക്കുന്നു, പിശാചുകൾ. ജിന്നുകളാണെങ്കിലോ, ഈ പിശാചുകൾക്ക് ഇടത് കാലിൽ മാത്രം ചെരുപ്പുണ്ടാവും, വലത് കാലിൽ ചെരുപ്പ് ഉണ്ടാവില്ല. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാലിലും ചെരുപ്പുണ്ടാകും. അപ്പോൾ ഒരു ജിന്നിനെ മനസ്സിലാക്കാനുള്ള മറ്റൊരു അടയാളമാണ് ഒരു കാലിൽ ചെരുപ്പുണ്ടാവുക. ഷൈത്വാൻ ജിന്നാണെങ്കിൽ രണ്ട് കാലിലും ചെരുപ്പുണ്ടാവും, അതും അവരുടെ ഒരു അടയാളമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൊണ്ട് ഇവിടെ നാം ഓർമ്മിക്കണം. മറ്റൊന്നുമല്ല, നിങ്ങളിൽ ആരും ഒരു ചെരുപ്പ് മാത്രം ധരിച്ച് നടക്കരുത്, കാരണം പിശാജ് ഒരു ചെരുപ്പ് ധരിച്ച് നടക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് തന്നെ ഉണ്ട്. ലാ യംഷി അഹദുക്കും ഫീ നഅലിൻ വാഹിദ ഫഇന്ന ശൈത്വാന യംഷി ഫീ നഅലിൻ വാഹിദ എന്ന ഹദീസ്. അതിൻ്റെ ഉപോത്ബലകമായി പറഞ്ഞ ഒരു വിഷയമാണ്. ഇനി അതുപോലെ തന്നെയാണ് ജിന്നിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറഞ്ഞ മറ്റൊരു വിഷയം, ഞാൻ ജിന്നിനെ കണ്ടു എന്ന് പറയുന്നവൻ്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുന്നതല്ല, അല്ലെങ്കിൽ അത് തള്ളിക്കളയേണ്ടതിന്. കാരണം ജിന്നിനെ കാണുമെന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം ജിന്നല്ല, ഷൈത്വാൻ ആകാം. ഭൂരിഭാഗം ഷൈത്വാനാണ്. എനിക്ക് ജിന്ന് ബാധയുണ്ട് എന്ന് പറയാറുണ്ടല്ലോ, ആ പറയുന്ന ആൾ ജിന്നിനെ കാണാൻ ആ രീതിയിൽ ആത്മീയമായി ഉയർന്ന ആളാണോ അല്ലേ എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ട് വേണം അതിന് സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ജിന്നിനെ കാണും എന്നത് ശരി തന്നെയാണ്. ജിന്നിൻ്റെ കോലങ്ങൾ മനുഷ്യരുമായി ബന്ധമുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില അടയാളവും കൂടി ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ നിങ്ങളോട്
ഓർമ്മപ്പെടുത്താം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.